സോ നമ്മൾ ആക്ച്വലി ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ഇക്കോണമിയാണ്, ഇക്കണോമിക്സ് അഥവാ ഇന്ത്യൻ ഇക്കോണമി. സോ ഇന്ത്യൻ ഇക്കോണമി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നോക്കി സിലബസ് നമ്മൾ നോക്കി, ഇക്കണോമിക്സും ഇക്കോണമിയും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നോക്കി. ശേഷം നമ്മൾ GDP എന്താണ്, GNP എന്താണെന്നുള്ളത് നമ്മൾ പ്രോപ്പർലി നോക്കി എന്ത് ചെയ്തതാണ്. ശേഷം നമ്മൾ കുറച്ച് ടേംസ് ഒക്കെ ആക്ച്വലി നോക്കി, സൈമൺ ക്യൂസിനെറ്റ്സിനെ കുറിച്ച് സംസാരിച്ചു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദി പ്രോബ്ലം ഓഫ് ഡബിൾ കൗണ്ടിങ്. ചില സമയത്ത് GDP കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഡബിൾ കൗണ്ടിങ് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം വരാറുണ്ട്. അതെങ്ങനെയാണ് ഗവൺമെന്റ് സോർട്ട് ഔട്ട് ചെയ്യുന്നത്. പിന്നെ മെത്തഡ്സ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് GDP, ഇൻകം മെത്തഡ്, എക്സ്പെൻഡിച്ചർ മെത്തഡ്, പ്രൊഡക്ഷൻ മെത്തഡ് എന്ന് പറഞ്ഞ് 3 മെത്തഡ്സ് ഉണ്ട് GDP കൗണ്ട് ചെയ്യാനായിട്ട്. അതെന്താണെന്ന് കൂടെ നമുക്ക് നോക്കണം. സോ അതിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് ഞാൻ ജസ്റ്റ് കോൺസെപ്റ്റ് പറഞ്ഞുതരാം. പറഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് പോവാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്താലോ. സോ GDP എന്ന് വെച്ചാൽ എന്താ? GDP എന്ന് വെച്ചാൽ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദി ബൗണ്ടറി ഓഫ് ദി കൺട്രി ഇൻ വൺ ഫിനാൻഷ്യൽ ഇയർ. പല പല ടേമും ഉണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു രാജ്യത്തിന്റെ ബൗണ്ടറിക്കകത്ത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സും പ്രൊവൈഡ് ചെയ്ത സർവീസസും ആണ് GDP. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് വെച്ചാൽ ഏപ്രിൽ തൊട്ട് മാർച്ച് വരെയാണ് ഒരു ഫിനാൻഷ്യൽ ഇയർ. ഫോർ എക്സാമ്പിൾ ഏപ്രിൽ 1, 2025 തൊട്ട് മാർച്ച് 31, 2026 വരെ ഇതൊരു ഫിനാൻഷ്യൽ ഇയർ ആണ് ആക്ച്വലി. അപ്പൊ ഈ ഫിനാൻഷ്യൽ ഇയറിനകത്ത് നമ്മുടെ രാജ്യത്തിന്റെ ബൗണ്ടറിക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സും അതേപോലെ തന്നെ പ്രൊവൈഡ് ചെയ്ത സർവീസസും ആണ് GDP എന്ന് വെച്ചാല്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നോമിനൽ മെത്തഡിലൂടെയാണ് GDP കൗണ്ട് ചെയ്യുക. ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ പ്രൈസ്. ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട്. ഓക്കെ, ഫാക്ടറിയുടെ പേര് ABC ഫാക്ടറി. ABC എന്ന് പറയുന്നത് ബാറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറിയാണ്. അപ്പൊ ഇവിടെ നിന്ന് GDP-യിലേക്ക് എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത് നമുക്ക് നോക്കിയാലോ. ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ പ്രൈസ്. എത്ര ബാറ്റ് അവിടെ നിർമ്മിച്ചു? ഒരു 1000 ബാറ്റ് നിർമ്മിച്ചു. ഓക്കെ, ഒരു ബാറ്റിന്റെ പ്രൈസ് 100 ആണെന്ന് വിചാരിച്ചു. അപ്പൊ 1 lakh ആണ് അവിടെ നിന്ന് നമ്മുടെ GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത വാല്യൂ എന്ന് പറയുന്നത്, നോമിനൽ GDP ത്രൂ നമ്മൾ കൗണ്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ പ്രൊഡക്റ്റിന്റെ എക്സാമ്പിൾ മനസ്സിലായി. ഇങ്ങനെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, കീബോർഡ് എന്തൊക്കെ നിർമ്മിക്കുന്ന എത്ര ഫാക്ടറീസ് ഇന്ത്യയിലുണ്ട്. അടുത്തത് സർവീസ് ആണ്. സർവീസും അതേപോലെ ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ പ്രൈസ്. ഫോർ എക്സാമ്പിൾ SSC അക്കാഡമി. അപ്പോൾ ഈ SSC ഹബ് അക്കാഡമി. അപ്പൊ ഈ SSC ഹബ് അക്കാഡമി എന്ന് പറഞ്ഞ ഈ ഒരു അക്കാഡമിയിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു? ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ പ്രൈസ് അല്ലേ. ഒരു 100 കുട്ടികൾ ഉണ്ടായിരുന്നു. ഒരു കുട്ടി 1 lakh വെച്ചിട്ടാണ് ഫീസ് പേ ചെയ്തതെന്ന് വിചാരിച്ചോ. ഏകദേശം 1 crore ആണ് അവിടെ നിന്ന് GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത വാല്യൂ. ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ പ്രൈസ്. 1 ലക്ഷം 100 കുട്ടികളെ വെച്ച് പേ ചെയ്യുമ്പോൾ അത് 1 crore ആയി. ഓക്കെ, ഇങ്ങനെയാണ് സർവീസ് ആക്ച്വലി ഇതിൽ വരിക. അപ്പൊ UPSC, SSC, RRB, IB, RBI, PSC എന്തൊക്കെ MPPCS എത്ര കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ച്വലി ഇന്ത്യയിലുണ്ട്. NEET, IIT, JEE എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതേപോലെ ഇന്റർനെറ്റ് കഫേ, ഇതൊക്കെ സർവീസ് പ്രൊവൈഡേഴ്സ് ആ. അപ്പൊ പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നതായിക്കോട്ടെ, സർവീസ് പ്രൊവൈഡ് ചെയ്തായിക്കോട്ടെ, ഇതൊക്കെ എന്തിലേക്ക് കയറും? GDP കയറും. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്ത്യയുടെ GDP ഏകദേശം $4.1 trillion ആ. $4.1 trillion ആ. മില്യണും അല്ല, ബില്യണും അല്ല, ട്രില്യണാ. നമ്മൾ നോക്കുമ്പോൾ US ആണ് ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ഇക്കോണമി, ഫോളോഡ് ബൈ ചൈന. സെക്കൻഡ് ലാർജസ്റ്റ് ഇക്കോണമിയാണ്. തേർഡ് ലാർജസ്റ്റ് ഇക്കോണമി ജർമ്മനിയാണ്. ഫോർത്ത് ലാർജസ്റ്റ് ഇക്കോണമിയാണ് ഇന്ത്യ വിത്ത് $4.1 trillion. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ $3.7 trillion ആയിരുന്നു. 3.7 നമ്മൾ $4.1 trillion എത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു അച്ചീവ്മെന്റ് ആണ്. ക്ലിയർ അല്ലേ? പിന്നെ GDP കൗണ്ട് ചെയ്യുന്ന സമയത്തുള്ള മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താ? 2 ടൈപ്പ് ഓഫ് സെക്ടേഴ്സ് ഉള്ളത്. ഒന്ന് ഫോർമൽ സെക്ടേഴ്സും, 2 ഇൻഫോർമൽ സെക്ടേഴ്സും. ഫോർമൽ സെക്ടർ എന്ന് വെച്ചാൽ ഞാൻ McDonald's പോയി ഒരു ബർഗർ കഴിച്ചു, 120 rupees എനിക്ക് ബില്ല് കിട്ടി, GDP കയറി. ഇൻഫോർമൽ സെക്ടർ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു പാനിപൂരി കഴിച്ചു, 60 rupees, ബില്ലും കിട്ടിയില്ല, ഡയറക്ട്ലി GDP-യിൽ കയറില്ല. മറ്റ് പല മെത്തഡ്സിലൂടെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഇൻഫോർമൽ സെക്ടേഴ്സ് എന്നുള്ള എമൗണ്ട് കൗണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഗൂഗിൾ പേ ത്രൂ, ഓൺലൈൻ പേയ്മെന്റ് ത്രൂ ട്രാൻസാക്ഷൻ നടത്തി പിന്നെയും കുറച്ചും കൂടി ഈസിയാണ് പിടിക്കാൻ. പക്ഷെ ക്യാഷ് ത്രൂ ആണെങ്കിൽ കുറച്ചധികം കഷ്ടപ്പെടും ഗവൺമെന്റ് GDP കൗണ്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള സെക്ടേഴ്സ് ആണ് നമ്മുടെ പ്രശ്നം. അപ്പൊ ഇന്ത്യയിൽ ഫോർമലിനേക്കാൾ ഇൻഫോർമൽ ആണ്. ഈ ഫോർമൽ സെക്ടേഴ്സിനാണ് നമ്മൾ ഈ $4.1 trillion ഏകദേശം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻഫോർമൽ മീൻസ് നമ്മൾ കൗണ്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ കംപ്ലീറ്റ് അല്ല. ഇപ്പോൾ US നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാം ഫോർമല, ചൈന നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാം ഫോർമല, ജർമ്മനി നോക്കി ഒട്ടുമിക്ക എല്ലാം ഫോർമല, ഇന്ത്യ നോക്കുക ഒട്ടുമിക്ക എല്ലാം ഇൻഫോർമല. എന്നിട്ട് പോലും നമ്മൾ ഫോർത്ത് ലാർജസ്റ്റ് ഇക്കോണമി ആയിട്ട് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ റീസൺ നമ്മൾ ഇൻഫോർമൽ കൂടെ ഒന്ന് ഫോർമലാക്കി കഴിഞ്ഞാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു മെത്തേഡ് കണ്ടുപിടിച്ചു ഇതൊക്കെ കൗണ്ട് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ഇവിടെ നിൽക്കേണ്ടതല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ?
ഇനി ദ പ്രോബ്ലം ഓഫ് ഡബിൾ കൗണ്ടിങ് എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രോബ്ലം ഓഫ് ഡബിൾ കൗണ്ട് എന്ന് വെച്ചാൽ ഇമാജിൻ ഒരു ടയർ മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറി. ഓക്കെ, ടയർ മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറിയിൽ ഒരു 100 ടയേഴ്സ് നിർമ്മിച്ചു എന്ന് വിചാരിച്ചോ. ഇത് ഈ 100 ടയർ നിർമ്മിക്കുന്ന സമയത്ത് GDP കൗണ്ട് ചെയ്തു എന്ന് വിചാരിച്ചോ. ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ പ്രൈസ്. ക്വാണ്ടിറ്റി 100 ടയേഴ്സ്, ഒരു ടയറിന്റെ പ്രൈസ് 10,000 ആണെന്ന് വിചാരിച്ചോ. 10,000 മൾട്ടിപ്ലൈഡ് ബൈ 100 എന്ന് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം 10 lakh കിട്ടും. ഈ 10 lakh എന്താവും? ഈ 10 lakh GDP കയറും. അറ്റ് ദ സെയിം ടൈം ഈ 100 ടയേഴ്സ് ഒരു കാർ മാനുഫാക്ചർ ചെയ്യുന്ന കാർ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോയി അവരൊരു കാർ നിർമ്മിച്ചു. ഫോർ എക്സാമ്പിൾ ഒരു ഇന്നോവ നിർമ്മിച്ചു എന്ന് വിചാരിച്ചോ. ഈ ഇന്നോവയിൽ അവർ ഫൈനൽ പ്രൈസ് 35 lakh ആയി. ഈ 35 lakh കാർ നിർമ്മിക്കാൻ ആവശ്യമുള്ള വയേഴ്സ്, പ്ലാസ്റ്റിക്, ടയേഴ്സ്, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ട്യൂബ് എല്ലാം ഇൻക്ലൂഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ ടയറിന്റെ പ്രൈസ് ഇതിലും കയറി. ഈ 35 lakh ഇത് GDP കയറുമല്ലോ, ഇതും GDP കയറും. അപ്പൊ ഈ 35 lakh ടയറിന്റെ പ്രൈസ് കയറി, ഇവിടെ 100 ടയറിന്റെ പ്രൈസ് കയറി എന്നാണെങ്കിൽ ഇതിനെ നമ്മൾ പറയുന്ന പ്രോബ്ലം ഓഫ് ഡബിൾ കൗണ്ടിങ്. ഒരു പ്രാവശ്യം ടയർ മാനുഫാക്ചർ ചെയ്യുമ്പോഴും GDP കയറുന്നു, രണ്ടാമത് കാറിന്റെ ഫൈനൽ വാല്യൂയിലും GDP കയറുന്നു. ഇതിനാണ് നമ്മൾ പ്രോബ്ലം ഓഫ് ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇത് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ഗവൺമെന്റ് കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഒരു ടയർ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഫാക്ടറിയിൽ ഒരു 120 ടയേഴ്സ് നിർമ്മിച്ചു എന്ന് വിചാരിച്ചോ. ഇതിൽ ഞാനിപ്പോ എൻ്റെ കാർ എടുത്തിട്ട് അവിടെ പോയി, ഞാൻ എൻ്റെ കാർ എടുത്ത് പോയിട്ട് 4 ടയേഴ്സ് ചേഞ്ച് ചെയ്തെന്ന് വിചാരിച്ചോ. ഞാൻ ഈ 4 ടയേഴ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് ബില്ല് കിട്ടും. ആ സമയത്ത് ആ 4 ടയറിന്റെ ബില്ല് GDP കയറും. ബാക്കി എത്രയാണ്? 116. ഈ 116 100 ടയേഴ്സ് കാർ മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറിയിലേക്ക് കൊണ്ടുപോയതാണെങ്കിൽ ഈ കാറിന്റെ ഫൈനൽ പ്രൈസ് ആയിട്ടുള്ള 38 lakh മാത്രമേ ആ കാറിന്റെ ടയറിന്റെ പ്രൈസ് ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. ഇനീഷ്യൽ സ്റ്റേജിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ 120 ടയേഴ്സ് നിർമ്മിച്ചു. അതിൽ 4 ടയേഴ്സ് ഞാൻ പോയി എൻ്റെ കാറിൽ ചേഞ്ച് ചെയ്തു എന്നാണെങ്കിൽ എനിക്ക് ബില്ല് കിട്ടും, അത് GDP കയറും. പക്ഷെ അതേ സ്ഥാനത്ത് അതൊരു ഷോറൂമിലേക്ക് ഒരു 100 ടയർ കൊണ്ടുപോയെങ്കിൽ അത് ബില്ല് ഉണ്ടാക്കില്ല, GDP കയറില്ല. ആ കാറിന്റെ ഫൈനൽ പ്രൈസ് ആയിട്ടുള്ള 35 lakh ഉണ്ടല്ലോ, അതായിരിക്കും GDP കയറുക. ഇന്റർമീഡിയറീസ് കയറില്ല, ഫൈനൽ പ്രൈസ് ആയിരിക്കും കയറുക. ഇങ്ങനെയാണ് ഗവൺമെന്റ് ദ പ്രോബ്ലം ഓഫ് ഡബിൾ കൗണ്ടിങ് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ പ്രോബ്ലം ഓഫ് ഡബിൾ കൗണ്ടിങ് എന്താണെന്നുള്ളത് മനസ്സിലായി. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടു അവോയ്ഡ് ദിസ് പ്രോബ്ലം ഓഫ് ഡബിൾ കൗണ്ടിങ് വിച്ച് വുഡ് ഓവർ എസ്റ്റിമേറ്റ് ദ സൈസ് ഓഫ് ഇക്കോണമി. അത് വരുന്ന സമയത്ത് ഇക്കോണമി ലാർജ് ആവും, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. The government counts just the value of final goods and services in the chain of production that are sold to the final customer. Intermediaries are actually count ചെയ്യില്ല. അവസാനത്തെ ഫൈനൽ പ്രൈസ് ഉണ്ടല്ലോ, അത് മാത്രമായിരിക്കും കൗണ്ട് ചെയ്യാം. മെത്തഡ്സ് ഓഫ് GDP കാൽക്കുലേഷൻ. ഒന്നാമത്തെ മെത്തഡ് ഇൻകം മെത്തഡാ. ഒരാൾ അയാൾ ഒന്നിക്കലും സേവ് ചെയ്യും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ചെലവാക്കും. അത് ബേസ് ചെയ്ത് GDP കൗണ്ട് ചെയ്യുന്നതാണ് ഇൻകം മെത്തഡ് എന്ന് പറയുന്നത്. 2 പ്രൊഡക്ഷൻ മെത്തഡ്. പ്രൊഡക്ഷൻ മെത്തഡ് എന്ന് വെച്ചാൽ ഒരു കാർ നിർമ്മിക്കുന്നു, ബൈക്ക് നിർമ്മിക്കുന്നു, ആ സമയത്ത് ഫാക്ടറിയിൽ നിന്ന് അതിന്റെ വാല്യൂ കൗണ്ട് ചെയ്യും, അതാണ് പ്രൊഡക്ഷൻ മെത്തഡ്. എക്സ്പെൻഡിച്ചർ മെത്തഡ് എന്ന് വെച്ചാൽ ഒരാൾ ഏൺ ചെയ്ത പൈസ എന്തായാലും ചെലവാക്കുമല്ലോ, ആ ചെലവാക്കുന്ന സമയത്ത് അത് ഓൺലൈൻ പേയ്മെന്റ് ഒക്കെ കളക്ട് ചെയ്തിട്ട് GDP കൗണ്ട് ചെയ്യുന്നതാണ് എക്സ്പെൻഡിച്ചർ മെത്തഡ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇൻകം മെത്തഡ് പോസിബിൾ അല്ല, കാരണം ലാർജ് എമൗണ്ടിലുള്ള ആൾക്കാർ ഇൻഫോർമൽ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ത്യ നിലവിൽ യൂസ് ചെയ്യുന്നത് എക്സ്പെൻഡിച്ചർ മെത്തഡും പ്രൊഡക്ഷൻ മെത്തഡാണ് ഇന്ത്യ നിലവിൽ GDP കൗണ്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള US, ചൈന, ജർമ്മനി ഒക്കെ യൂസ് ചെയ്യുന്നത് ഇൻകം മെത്തഡാണ്, കാരണം അവർ ഡെവലപ്ഡ് ആണ്, എല്ലാ ആൾക്കാർക്കും കൃത്യമായിട്ടുള്ള ഡാറ്റാസ് ഉണ്ട്. ഇന്ത്യയുടെ അവസ്ഥ അതല്ല, ലാർജ്ലി ഇൻഫോർമൽ ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തഡ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കുക. നാഷണൽ ഇൻകം മീൻസ് ദ ടോട്ടൽ എമൗണ്ട് ഏൺഡ് ഇൻ എ കൺട്രി ഇൻ 1 year ഫ്രം യൂസ്ഫുൾ വർക്ക്. ഇന്ത്യ കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം ടു നോ ഹൗ ദി ഇക്കോണമി ഈസ് പെർഫോമിംഗ്. ഇവിടെ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന്റെ അണ്ടറിൽ വരുന്ന NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസ് ആണ് GDP കൗണ്ട് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി സംസാരിച്ച കാര്യമാണ്. 3 മെയിൻ മെത്തഡ് ഉണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഒന്നാമതാണ് പ്രൊഡക്ഷൻ മെത്തഡ്. ദിസ് മെത്തഡ് ലുക്സ് അറ്റ് വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി കൺട്രി. പ്രൊഡക്ഷൻ മെത്തഡിൽ ആ രാജ്യത്തിൽ എന്താണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നിന്നാണ് നോക്കുന്നത്. എന്നുവെച്ചാൽ ഇറ്റ് ആഡ്സ് ദ വാല്യൂ ക്രിയേറ്റഡ് അറ്റ് ഈച്ച് സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷൻ. ഈച്ച് സ്റ്റേജിലും യൂസ് ചെയ്തിട്ട് ഇന്റർമീഡിയറ്റ്സ് ഒക്കെ അതിൽ ആഡഡ് ആയിരിക്കും. ഓൺലി ദ എക്സ്ട്രാ വാല്യൂ ആഡഡ് അറ്റ് ഈച്ച് സ്റ്റെപ്പ് ഈസ് കൗണ്ടഡ്. ദിസ് അവോയ്ഡ് ദ കൗണ്ടിങ് സെയിം തിങ് അഗൈൻ ആൻഡ് അഗൈൻ. ഡബിൾ കൗണ്ടിങ് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് ഇവർ ഒറ്റ പ്രാവശ്യം മാത്രമേ ഒരു കാര്യത്തിന് യൂസ് ചെയ്യുള്ളൂ. ഫാർമിംഗ്, ഫാക്ടറി, ഷോപ്പ്, ട്രാൻസ്പോർട്ട്, ബാങ്കിങ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. റോ മെറ്റീരിയൽ യൂസ് ടു മേക്ക് അതർ ഗുഡ്സ് ആർ നോട്ട് കൗണ്ടഡ് സെപ്പറേറ്റ്ലി. അതായത് ഇപ്പോൾ ഒരു കാർ നിർമ്മിക്കാനായിട്ടുള്ള റോ മെറ്റീരിയൽ ആണ് സ്റ്റീൽ, പ്ലാസ്റ്റിക്, ടയേഴ്സ് അല്ലെങ്കിൽ അലോയ് വീൽസ് ഒക്കെ. അതൊക്കെ സെപ്പറേറ്റ്ലി ഒരിക്കലും കൗണ്ട് ചെയ്യില്ല. ഫൈനൽ പ്രൈസിൽ വരുന്ന ഫൈനൽ വാല്യൂ മാത്രമേ കൗണ്ട് ചെയ്യുള്ളൂ. ഓൺലി ദ ഫൈനൽ യൂസ്ഫുൾ ഔട്ട്പുട്ട് ഈസ് കൺസിഡേർഡ്.
ദിസ് മെത്തേഡ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഇന്ത്യ. കാരണം ഇന്ത്യയിൽ ലാർജ് ഇൻഫോർമൽ ആയതുകൊണ്ട് ഇത് കുറച്ച് വർക്ക് ചെയ്യും. ഇന്ത്യ ഹാസ് മെനി പ്രൊഡക്ഷൻ ആക്ടിവിറ്റി അക്രോസ് സെക്ടേഴ്സ്. ഗവൺമെന്റ് ഡാറ്റ ഓൺ പ്രൊഡക്ഷൻ ഇസ് മോർ അവൈലബിൾ. അതുകൊണ്ട് ആ പ്രൊഡക്ഷൻ മെത്തേഡ് ത്രൂ നമ്മൾ കൗണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. പ്രശ്നം എന്താ പറയുക, അപ്പോഴും ഇൻഫോർമൽ വർക്കേഴ്സ് കുറെ ഇവിടെ ഉണ്ട്. അതാണ് മറ്റൊരു പ്രശ്നം. ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്, ദിസ് മെത്തേഡ് ലുക്സ് അറ്റ് ഹൂ ഏൺസ് ഇൻകം ഇൻ ദി ഇക്കോണമി. ഇറ്റ് ആഡ്സ് ഓൾ ഇൻകം ഏൺ ബൈ പീപ്പിൾ ത്രൂ വർക്ക് ആൻഡ് ബിസിനസ്. ഒരാൾ വർക്ക് ചെയ്തിട്ടോ ബിസിനസ് ചെയ്തിട്ട് ഏൺ ചെയ്യുമല്ലോ, ആ ഏൺ ചെയ്ത എമൗണ്ട് യൂസ് ചെയ്ത് GDP കൗണ്ട് ചെയ്യുന്നതിനാണ് ഇൻകം മെത്തേഡ് എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലെ പോസിബിൾ ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ഫാമർ, വർക്കേഴ്സ്, ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, ഷോപ്പ് ഓണേഴ്സ്, കമ്പനി എല്ലാം അതിൽ ഇൻക്ലൂഡ് ആ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ബിസിനസ് ഒക്കെ യൂസ് ചെയ്ത് ഇൻകം ചെയ്തൊക്കെ അതിൽ ഇൻക്ലൂഡ് ആ. സെൽഫ് എംപ്ലോയിഡ് പീപ്പിൾസിന്റെ ഏർണിങ്സ് അതിൽ ഇൻക്ലൂഡ് ആണ്. ഓക്കെ, എല്ലാം അതിൽ ഇൻക്ലൂഡ് ആ. പക്ഷേ ഈ പെൻഷൻ, സ്കോളർഷിപ്പ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യില്ല കേട്ടോ. ഇൻകം ഫ്രം സെല്ലിംഗ് ഓൾഡ് പ്രോപ്പർട്ടി ഇൻക്ലൂഡ് ചെയ്യില്ല. നേരത്തെ വാങ്ങിയ പ്രോപ്പർട്ടി വീണ്ടും റീസെൽ ചെയ്യുന്നതൊന്നും GDP ഇത് ത്രൂ യൂസ് ചെയ്യില്ല. കാരണം അറിയാലോ, അത് ഡബിൾ കൗണ്ടിങ് എന്നുള്ള പ്രശ്നം അവിടെ വരും. മെനി പീപ്പിൾ ഡു നോട്ട് റിപ്പോർട്ട് ദ റിയൽ ഇൻകം. അപ്പോൾ ആണ് ഒരു പ്രശ്നം വരുന്നത്. ഇൻഫോർമൽ മറ്റൊരു പ്രശ്നമാണ്. അത് ത്രൂ ഡെവലപ്ഡ് കൺട്രീസ് മാത്രമേ ഇത് യൂസ് ചെയ്യുള്ളൂ, ഇൻകം മെത്തേഡ് യൂസ് ചെയ്യുള്ളൂ. US, ചൈന, ജർമ്മനി പോലുള്ള കൺട്രീസ് ഒക്കെ. ഇന്ത്യ ഒന്നാമത് യൂസ് ചെയ്യുന്നത് പ്രൊഡക്ഷൻ മെത്തഡാണ്. അതായത് ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പ്രൊഡക്ഷൻ ഡീറ്റെയിൽസ് എന്തായാലും ഗവൺമെന്റ് ഡാറ്റാസ് വാങ്ങി വെക്കും. അത് ത്രൂ GDP കൗണ്ട് ചെയ്യും. ഒന്നാമത്. ഇന്ത്യ യൂസ് ചെയ്യുന്നത് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആണ്. കാരണം ഒരാൾ ഏൺ ചെയ്ത മെത്തേഡ് ആയാലും എന്തായാലും ചെലവാക്കുമല്ലോ, ഒന്നിക്കൽ ഇൻവെസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ചെലവാക്കും. ഓൺലൈൻ പേയ്മെന്റിലൂടെയാണ് മാക്സിമം എക്സ്പെൻഡിച്ചർ മെത്തേഡ് കൗണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ദിസ് മെത്തേഡ് ലുക്സ് അറ്റ് ഹൗ മണി ഈസ് സ്പെൻഡ് ഇൻ ദി ഇക്കോണമി. ആഡ് സ്പെൻഡിങ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾ ഒന്നിക്കൽ പ്രൊഡക്റ്റ് വാങ്ങും അല്ലെങ്കിൽ സർവീസസ് നമ്മൾ സ്പെൻഡ് ചെയ്യും. അത് യൂസ് ചെയ്തിട്ട് GDP കൗണ്ട് ചെയ്യാം. അതിപ്പോൾ ഫുഡിനും, ക്ലോത്തിനും, സർവീസിനും, സ്കൂൾസിനും, റോഡ്സിനും, ഹോസ്പിറ്റൽസിനും, മെഷീൻസിനും, ബിൽഡിങ്ങിനും, ഫാക്ടറീസിനും ഒക്കെ ആയിട്ട് നമ്മൾ ചെലവാക്കുമല്ലോ എന്തായാലും നമ്മുടെ മണി. അത് ഓൺലൈനായിട്ട് ട്രാക്ക് ചെയ്യും. അങ്ങനെയാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ത്രൂ GDP കൗണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓൺലി സ്പെൻഡിങ് ഓൺ ന്യൂ ഗുഡ്സ് ഈസ് കൗണ്ടഡ്. ഇപ്പൊ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങുന്നതെന്ന് വിചാരിച്ചു, അതൊരിക്കലും ആഡ് ചെയ്യില്ല. പുതിയ കാര്യങ്ങൾ മാത്രമേ ആഡ് ചെയ്യുള്ളൂ. ബൈങ് ഓൾഡ് ഗുഡ് ഈസ് നോട്ട് കൗണ്ടഡ്. മണി ഗിവൺ ആസ് പെൻഷൻ ഓർ സബ്സിഡി കൗണ്ട് ചെയ്യില്ല. അപ്പോഴും പ്രശ്നം എന്താ അറിയോ, ലാർജ് ഇൻഫോർമൽ ആണ്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഓൾ 3 മെത്തേഡ് ഷുഡ് ഗീവ് ദ സെയിം റിസൾട്ട് ഇൻ തിയറി. അപ്പോൾ ഇൻകം മെത്തേഡ് യൂസ് ചെയ്യുന്ന US, ചൈന പോലത്തെ ഡെവലപ്ഡ് കൺട്രീസാ. പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പെൻഡിച്ചർ ആണ് ഇന്ത്യ യൂസ് ചെയ്യുന്നത്. കാരണം പ്രൊഡക്ഷന്റെ സമയത്തുള്ളത് ഡാറ്റാസ് ഒന്നാമത് കൗണ്ട് ചെയ്യും. നമ്മൾ ഏൺ ചെയ്ത മണി നമ്മൾ ചെലവാക്കുമല്ലോ. അപ്പോൾ ഓൺലൈൻ ട്രാൻസാക്ഷനിലൂടെ ഒക്കെ ഇത് കൗണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇങ്ങനെയാണ് ഇന്ത്യ മെയിൻലി എന്ത് ചെയ്യുന്നത്, നമ്മുടെ GDP കൗണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്.